എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ, ഒരു പുതിയ ഐറ്റം കാണിച്ചു തരാം. വായോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം വെജിറ്റബിൾ മസാലയാണ്. അതായത് കൂണും വെജിറ്റബിൾസും. അതിന് ഞാനൊരു കൂൺ എടുത്തിട്ടുണ്ട്. അതൊരു 200 ഗ്രാംസോളം കൂൺ എടുത്തിട്ടുണ്ട്. 200 ഗ്രാംസോളം കൂണുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ളത് ചെറിയൊരു ക്യാരറ്റ്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ ഒരു 2 പിടി ഈ ഗ്രീൻ പീസ്, അത് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതൊരു 2 പിടി. പിന്നെ അതിൻ്റെ കൂടെ ഒരു സബോള, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഇത് ഇത്ര അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ആദ്യം വഴറ്റിയെടുക്കണം. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിൽ ഒഴിക്കണേ. അപ്പോൾ ഓയിലൊരല്പമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി അതിന് പകരം ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർക്കാമെന്ന് വിചാരിക്കുവാണ്. ബട്ടർ ഒരല്പം കൂടുതലിട്ടിട്ടുണ്ട്. കാര്യം ബട്ടർ ഇടുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഇപ്പം ബട്ടർ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചാൽ മതി. ബട്ടർ നിർബന്ധമൊന്നുമല്ല, ഓപ്ഷണലാണ്. പിന്നെ അതുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്, ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അല്ലാത്തവർ അതനുസരിച്ച് ഓയിലെടുത്താൽ മതിയേ. പിന്നെ ഇനി നമുക്ക് ആ സബോള, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. അതാദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ മസാലക്കൂട്ട് പൊടിച്ചത്, ഇവിടെ തന്നെ പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതുകൂടെ നമുക്ക് ആ സവോളയുടെയൊക്കെ ഇട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, അതിനുശേഷം മഷ്റൂം, പിന്നെ ക്യാരറ്റ്, അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം തുറന്ന് നോക്കിയതാണ്. അപ്പം ഒരുമാതിരി പറ്റിയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഏകദേശം വേവായി, എന്നാലും കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ആ സമയത്ത് നമുക്കൊരു മുഴുത്ത തക്കാളി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു നേരിയ പുളി ഇതിന് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തത്. ഇനി ആ തക്കാളി വെന്തുടഞ്ഞ് ഈ കഷ്ണങ്ങളും ഒന്നുകൂടെ മയത്തിൽ വെന്ത് അല്പം ചാറ് വറ്റി കഴിയുമ്പം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇപ്പം നോക്കിക്ക്, കറിയുടെ ചാറൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കണ്ടാൽ അറിയാം, നല്ല കുറുകി ആവശ്യത്തിന് ഗ്രേവി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതിനകത്തെ നമുക്കിതിൽ ചേർക്കാനുള്ളത് ഒരു ഫൈനൽ ഇൻഗ്രീഡിയൻ്റാണ്. അതായത് ഒരല്പം കട്ടി തേങ്ങാപ്പാൽ. അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറിയുടെ ജോലി അങ്ങ് തീർന്നു. കറി റെഡിയായി കഴിഞ്ഞു.
പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്ന് ഈ മല്ലിയില വാങ്ങാൻ വിട്ടുപോയി. ഒരല്പം മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അതുകൂടാതെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. പിന്നെ ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കറി ഇവിടെ റെഡിയായി. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വളരെ നല്ലതാണ്. വേറെ എന്തിനെങ്കിലും ചേരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോറിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല കറിയാണ്. കൊച്ചു കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കും ഇഷ്ടപ്പെടും.